السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله ما شاء الله كان ما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനവും സ്നേഹം നിറഞ്ഞ മുത്താലിമീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മനക്കരുത്തുമായി ബന്ധപ്പെട്ട് ദുൽഖർനൈനെ ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു. ബാക്കി ഭാഗം മഹാനായ ദുൽഖർനൈനിയോട് ഉസ്താദ് പറഞ്ഞു, ഏമാൽ ഹസനാത്ത്, ഈ നന്മ ചെയ്യുക. ഇതാ മലിക്താനി, അധികാരം സ്ഥാപിച്ചാൽ, അങ്ങ് പോകാൻ ഉദ്ദേശിച്ച നാട്ടിൽ അധികാരം സ്ഥാപിച്ചാൽ നന്മ ചെയ്യുക, അവിടെയുള്ള പ്രജകൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. എന്തിനാൽ യഹ്സുലക മുൽക്കുൽ ആഖിറ, മുൽക്കുൽ ആഖിറ, അങ്ങേക്ക് ആകൃതിയിലും അധികാരം കിട്ടാൻ വേണ്ടി. അവിടെ പോയി അധികാരം സ്ഥാപിക്കണം, എന്നിട്ട് ആകൃതിയിൽ അധികാരം അത് കാരണമായി നന്മ ചെയ്തിട്ട് അവിടെ പ്രജകൾക്ക് നല്ല സഹായവും നന്മ കൊടുത്തിട്ട് ആകൃതിയിലും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫാജബഹു ഖൗലുഹു, ഉസ്താദിന്റെ വാക്ക് ഈശ്വരനെ അത്ഭുതപ്പെടുത്തി, ദുൽഖർനൈനെ അത്ഭുതപ്പെടുത്തി. ഉസ്താദിന്റെ വാക്ക് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പോയി അധികാരം സ്ഥാപിച്ചു എന്നാണ്. അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല, അപ്പം മനക്കരുത്തുണ്ടായി. അവിടെ പോയാൽ എന്നെ കൊണ്ട് അവിടെ ഭരണം നടത്താൻ കഴിയുമെന്ന മനക്കരുത്തുണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അവർക്ക് ഉസ്താദിന്റെ വാക്ക് കേട്ട് നല്ല മനക്കരുത്തുണ്ടായി, അവിടെ പോയി അധികാരം സ്ഥാപിച്ചു. അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല യുഹിബ്ബു മആലിയൽ ഉമൂർ, നിശ്ചയം അല്ലാഹു തആല യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്ന മആലിയൽ ഉമൂർ, ഉന്നതമായ കാര്യങ്ങൾ. വയക്റഹു സിഫ്സാഫഹ, അല്ലാഹു തആല താഴ്ന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലാഹു വെറുപ്പാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കാര്യങ്ങളും മോശമായ കാര്യങ്ങൾ, ഉന്നതമായ കാര്യങ്ങളാണ്. തരം താഴ്ന്ന കാര്യങ്ങൾ അല്ലാഹു ഇഷ്ടമില്ല. നിസ്സാരമായ കാര്യങ്ങൾ അല്ലാഹു ഇഷ്ടമില്ല. ഉന്നതമായ കാര്യങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല യുഹിബ്ബു മആലിയൽ ഉമൂർ, കാര്യങ്ങൾ വെച്ച് ഉന്നതമായ കാര്യങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. യക്റഹു സിഫ്സാഫഹ, തരം താഴ്ന്ന നിസ്സാരമായ കാര്യങ്ങൾ അല്ലാഹു വെറുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വയ്യാക വൽ കസിൽ, വയ്യാക, നീ സൂക്ഷിക്കണം, അൽ കസില, മടി. ചിലർക്ക് പ്രത്യേകം നല്ല മടി ഉണ്ടാവും, പഠിച്ചാലാവില്ല, മടി ഇതാണ് കാര്യം. ഇങ്ങനെ പലരും ചിന്തിക്കുന്നവരുണ്ട്. വയ്യാക വൽ കസില, മോനെ നിന്റെ മടിയെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു ശൂമുൻ, അതൊരു അപലക്ഷണമാണ്. അത് നല്ല ലക്ഷണമല്ല, മോശപ്പെട്ട ലക്ഷണമാണ് മടി. മടി ഉണ്ടായാൽ ഒന്നും വിജയം ഉണ്ടാവില്ല, പുരോഗതി ഉണ്ടാവില്ല. എന്നാൽ മനക്കരുത്തോടുകൂടി പഠനത്തിന് താല്പര്യത്തോടെ ഇറങ്ങിയാലോ പക്ഷി പറക്കും പോലെ അവന് പറക്കാൻ കഴിയുമെന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഖാല ശൈഖ് അബുൽ നസ്റുൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, ശൈഖ് അബു നസ്റുൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനവർ പാടി ഈ പാട്ട്, യാ നഫ്സി യാ നഫ്സി ലാ തർഹിയനിൽ അമൽ ഫിൽ ബിതി വൽ അദ്ലി വൽ ലിസാനി ഫീ മഹൽ വകുല്ലു ദി അമലിൻ ഫിൽ ഗൈരി മുതബിതുൻ അഫീ ബലാഇ മശൂമിൻ കുല്ലു ദി കസ്ലി കമിൻ ഹയാഇ വകം അജ്ദി വകം നദമി ജമിൻ തവല്ലദ ലിൽ ഇൻസാനി മിൻ ഗസ്ലി യാ നഫ്സിയോ ശരീരമേ, യാ നഫ്സി എന്ന ശരീരമേ, ലാ തർഹിയനിൽ അമൽ, അമലിനെ തൊട്ട് നീ ഒന്നും താമസിക്കരുത്, നീ താമസിക്കാൻ പാടില്ല. ഫിൽ ബിദി, നന്മ ചെയ്യുന്ന വിഷയത്തിൽ, വൽ അദ്ലി, നീതി ചെയ്യുന്നതിലും, വൽ ഇഹ്സാനി, ഫിൽ ബിദിനെ ഗുണം ചെയ്യുക, വൽ അദ്ലി നീതി ചെയ്യുക, ഇഹ്സാൻ നന്മ ചെയ്യുക, ഫീ മഹൽ, നീ താമസിക്കുന്നവനായ നിലയിൽ. ഉടരാതെ താമസിക്കുന്ന നീ പിന്തരുത്. യാ നഫ്സീന, എൻ്റെ ശരീരമേ, യാ നഫ്സീന, എൻ്റെ ശരീരമേ, ലാ തർഹീനി, പിന്തരുത്. അമൽ, അമൽ ചെയ്യുന്ന തൊട്ട് ഫിൽ ബിരി, നന്മ ഗുണം ചെയ്യുന്നതിലും, വൽ അദ്ലി നീതി ചെയ്യുന്നതിലും, ഇഹ്സാൻ നന്മ ചെയ്യുന്നതിലും, ഫീ മഹൽ താമസിക്കുന്നവനായ നിലയിൽ പിന്താൻ പാടില്ല.
അപ്പോൾ അവർ നന്മ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഉടനെ നന്മ ചെയ്തോളൂ. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊക്കെ അവരൊക്കെ അങ്ങനെ ആയിരുന്നു. മഹാന്മാരായ സ്വഹാബികൾ എവിടെ നന്മ ചെയ്യാൻ പറ്റുമോ അവർക്ക് നോക്കിയെടുക്കാൻ പണിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് മത്സരമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മദീന ആ താഴ്വരയുടെ അങ്ങ് നടക്കും. മദീന ഓരോ വീടിൻ്റെ താഴ്വര അടുത്തൂടെ അങ്ങ് നടക്കും. എവിടെയെങ്കിലും ഒരു ചാൻസ് നന്മ ചെയ്യാനുണ്ടോ നോക്കിയിട്ട് എവിടെ നോക്കുകയാണെങ്കിൽ അവിടെ അബൂബക്കർ എന്താ മുന്നിലില്ല. എല്ലാ വിഷയത്തിലും 1-ാം നമ്പർ അബൂബക്കർ. ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു ചെറ്റക്കുടിയിൽ ഒരു കേവിയുടെ സൗണ്ട് കേട്ടു. ഒച്ച ഉപയോഗിക്കപ്പോൾ കേവി മാത്രമേ ഉള്ളൂ. പറയുന്ന രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ പോയി നോക്കിയ സമയത്ത് സഭയിൽ കഴിച്ച് പോയി നോക്കിയ സമയത്ത് ആ വീട്ടുകാരെ വൃത്തിയാക്കി പോയിട്ടുണ്ട്, അടിച്ചു വാരി പോയിട്ടുണ്ട്, വീട് വൃത്തിയാക്കി പോയിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അവരെ വൃത്തിച്ച് എല്ലാം ചെയ്തു പോയിട്ടുണ്ട്. ഒരാൾ ആരെ പിന്നെ അവിടെ ഇന്ന് മുന്നിൽ കിടന്നത് വീട് മുറ്റം അടിച്ചു വാരി വീടും കുളിപ്പിച്ച് ഡ്രസ്സ് കൊടുത്ത് പുതിയ ഡ്രസ്സ് ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് ആ ഒരാൾ മുന്നിൽ പോയിട്ടുണ്ട്. ആരാണ് പിറ്റേന്ന് ഉറക്കമൊഴിച്ച് 3 ഉറക്കമൊഴിച്ച സമയത്ത് ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു മറിഞ്ഞു നിന്ന് കാണാതെ ആരെ വരുന്ന ഇവിടെ മുന്നിൽ കിടക്കുകയാണ് നോക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-3:30 സമയത്തുണ്ട്. കൊടുക്കുന്നതിന് മുന്നേ നോക്കിയപ്പോൾ അവിടെ ഒരാളങ്ങ് വരുന്നുണ്ട്. ഉപയോഗിക്കുമ്പോൾ അത് അപകടമാണ്. അപ്പോൾ അവരൊക്കെ ഈ വിഷയത്തിൽ നല്ല മത്സരമായിരുന്നു. അപ്പോൾ അമലി തൊട്ട് ചാൻസ് ഇവിടെ ഉണ്ടോ? ഗുണം ചെയ്യാനോ ഇത് ചെയ്യാനോ നന്മ ചെയ്യാനോ ചാൻസ് ഇവിടെ ഉണ്ടോ? പിന്താൻ പാടില്ല. വകുല്ലു ദീ അമലിൻ ഫിൽ ഖൈരി മുഗ്തബിതുൻ ഫീ ബലാഇൻ വശൂമിൻ കുല്ലു ദീ കസ്ലി. വകുല്ലു ദീ അമലിൻ എല്ലാ നന്മ ചെയ്യുന്നവനും ഫിൽ ഖൈരി ഖൈറിൽ വകുല്ലു ദീ അമലിൻ എല്ലാ അമൽ ചെയ്യുന്നവനും ഫിൽ ഖൈരി നന്മയിൽ അമൽ ചെയ്യുന്നവനും മുഗ്തബിതുൻ സൗഭാഗ്യമുള്ളവനാണ്. അവൻ സൗഭാഗ്യവനാണ്. നന്മയിൽ അമലുടേവനായ ആള് സൗഭാഗ്യവനാണ്. അഫീ ബലാഇൻ വശൂമിൻ ഫീ ബലാഇൻ നാശത്തിലാണ്, വശൂമിൻ അബലശനത്തിലുമാണ്. കുല്ലു ദീ കസിൻ എല്ലാ മടിയനും അവന് ബല വന്നിട്ടുണ്ട്, നാശം വന്നിട്ടുണ്ട്. വശൂമിൻ അബലശനം വന്നിട്ടുണ്ട്, മടിയാൻ. എല്ലാ മടിയന്മാരങ്ങനെ. എന്നാൽ നന്മയിൽ നന്മ ചെയ്യുന്നവൻ നന്മയിൽ അമൽ ചെയ്യുന്നവൻ അവൻ സൗഭാഗ്യവനാണ്. അല്ലാഹു തആല അതിൽ പെടുത്തട്ടെ. കമിൻ ഹയാഇ വകം അജ്സിൻ വകം നദമി ജമിൻ തവല്ലദ ലിൽ ഇൻസാനി മിൻ ഗസ്ലി. കമിൻ ഹയാഇൻ ലജ്ജയുള്ളവനാണ്, വകം അജ്സിൻ എത്ര അശക്തനാണ്, വകം നദമിൻ എത്ര ഖേദമുള്ളവനാണ്, ജമീൻ ധാരാളം ലജ്ജയും ശക്തതയും ഖേദമുള്ളവനാണ്. കമിൻ ഹയ എത്ര ലജ്ജയാണ്, അകം അതിന് എത്ര അശക്തതയാണ്, വകം നദമിൻ എത്ര ഖേദമാണ്. ജമീൻ ധാരാളമായ ലജ്ജയും അശക്തതയും ഖേദവും. തവല്ലത അത് ഉണ്ടായിട്ടുണ്ട്. ഇൻസാൻ മനുഷ്യൻ മിൻ കസ്രിൻ മടിയിൽ നിന്ന്. പഠിക്കാൻ ലജ്ജ, ഇങ്ങനെ സ്ഥാനം വെച്ച് ചോദിക്കുക. അഷ്ടവസാൻ നോക്കാൻ പറ്റില്ല, ഖേദം. പിന്നീട് പഠനകാലം കഴിഞ്ഞാലാണ് ഖേദം ഉണ്ടാകുക. അന്ന് പഠിച്ചാൽ മതിയല്ലോ, അവരൊക്കെ അപ്പോൾ എനിക്ക് പഠിച്ചാൽ മതി. അങ്ങനെ ഖേദവും അശക്തതയും ലജ്ജയൊക്കെ വളർന്നു വരുന്നത് മിൻ ഗസിലിൻ മടിയിൽ നിന്നാണ്. മടിയാണ് അതിൻ്റെ തുടക്കം. മടിയാണ്. മടിയിൽ നിന്നാണ് എന്താവുന്നത്? മനുഷ്യരുണ്ടാകും ലജ്ജ, അശക്തത, ഖേദം. ഈ മടി ഉണ്ടാകാൻ കാരണം എന്താ? പഠിച്ചാലും മടി, ഉസ്താദിന്റെ കാര്യം പറഞ്ഞാലും മടി. ആണ് കാരണം. അഖീല പറയപ്പെട്ടു, അൽ കസുല് മടി മിൻ ഖില്ലതി തഅമ്മുലി,
ചിന്ത കുറഞ്ഞതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഫി ഫളായിലിൽ ഇൽമി, ഇൽമിൻ്റെ ശ്രേഷ്ഠതയും, മനാഖിബി, ഇൽമിൻ്റെ മഹത്വവും ഇൽമിൻ്റെ ശ്രേഷ്ഠതയും കുറിച്ച് കുറഞ്ഞ ചിന്ത കൊണ്ടാണ് ഈ കസ്ലുണ്ടാകുന്നത്, മടി ഉണ്ടാകുന്നത്. അൽ കസ്ലു മടി മിൻ ഖില്ലത്തി തഅമ്മുൽ, ചിന്ത കുറഞ്ഞതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഫി ഫളായിലിൽ ഇൽമി, ഇൽമിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കുറഞ്ഞ ചിന്ത. മനാഖിബി, ഇൽമിൻ്റെ മഹത്വത്തെയും കുറിച്ച് കുറഞ്ഞ ചിന്ത ഉള്ളൂ. നന്നായി ചിന്തിക്കുന്നെങ്കിൽ, പഠിക്കുന്നെങ്കിൽ, മനസ്സിലാക്കുന്നെങ്കിൽ മടി ഉണ്ടാവില്ല, അവന് ഉത്സാഹം ഉണ്ടാവുള്ളൂ, പഠിക്കാൻ താല്പര്യവും ഉത്സാഹവും. അപ്പോൾ അത്യാവശ്യമാണ് വിദ്യാർത്ഥിക്ക് നന്നായി ചിന്തിക്കണം. ഇൽമിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ഇൽമിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നന്നായി ചിന്തിക്കണം അവൻ അത്യാവശ്യമാണ്. കാരണം എന്താ? ഫഇന്നൽ ഇൽമ, നിശ്ചയം ഇൽമ് യബ്ഖാ, അത് അവശേഷിക്കും. വൽ മാലു, ധനം യഫ്നി, അത് നശിച്ചു പോകും. ചിന്തിക്കൽ എങ്ങനെ അറിയോ? താല്പര്യച്ചിട്ട് കുറഞ്ഞ സംഭവം. എന്നാൽ വേറെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗൾഫ് അസ്തമിച്ചിട്ടുണ്ടോ? കൊറോണ എന്നൊരു വേറെ പോകുന്നത്. ധനാണെങ്കിലും പണിക്കുപോയാൽ ദിവസം 1000 റുപ്യ 900 റുപ്യ കിട്ടും. ഇൽമ അടിച്ചെടുത്താൽ കിട്ടുക. അതൊക്കെ ശ്രദ്ധിക്കും. ഇൽമ എന്നല്ല അവശേഷിക്കും, ധനോ അത് നശിച്ചു പോകും. ഇന്ന് ഒരു ഭാഗത്തൂടെ കിട്ടിയ ഭാഗത്തൂടെ പോകും. അപ്പൊ ഇൽമ അവൻ ചിന്തിക്കണം. കാരണം ഫഇന്നൽ ഇൽമ, നിശ്ചയം ഇൽമ യബ്ഖാ, അത് അവശേഷിക്കും. വൽ മാലു, ധനം യഫ്നി, അത് നശിച്ചു പോകും. വയസ്സുൽ ബിഹി, ഇൽമ കൊണ്ട് അവന് ലഭിക്കും ഹുസ്നു ദിക്രി, നല്ല സ്മരണ, ബഅദ വഫാതി, മരിച്ചതിൻ്റെ ശേഷം. ഇപ്പോൾ ഇന്ന് മുമ്പ് വഫാത്തായി പോയ ശംസുൽ ഉലമയെയും കണീദ് ഉസ്താദ്, അതേപോലെ മറ്റു പണ്ഡിതന്മാർ, ചെറുശ്ശേരി ഉസ്താദ് പോലത്തെ മഹാന്മാർ, അവരെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും സ്മരിക്കുകയാണ്. വഫാത്തായി പോയ മഹാനുസ്യാറുകളെല്ലാം നമ്മൾ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ അവരെ വഫാത്തിന് ശേഷം പിന്നെ അവർക്ക് നല്ല സ്മരണ വരുന്നു. അത് ഇൽമ കൊണ്ട് കിട്ടുന്ന നേട്ടാണ്, അത് പണം കൊണ്ട് കിട്ടൂല. വലിയ പണം, വലിയ മലയാളി ആയതുകൊണ്ടോ വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ടോ ആ മഹത്വം കിട്ടൂല എന്ന് പറഞ്ഞ് ഇൽമ യബ്ഖാ, അത് അവശേഷിക്കും. വൽ മാലു, പണം യഫ്നി, അത് നശിച്ചു പോകും. വയസ്സുൽ ബിഹി, ഇൽമ കൊണ്ട് അവൻ ലഭിക്കും ഹുസ്നു ദിക്രി, നല്ല സ്മരണ, ബഅദ വഫാതി, മരിച്ചതിന് ശേഷം. നിശ്ചയം അവന് ഹയാത്തുൻ അബദിയ, ശാശ്വത ജീവിതമാണ് അവന് ലഭിക്കുന്നത്. കമാ ഖാല ദഹീറുദ്ദീൻ മർഗീനാനി എന്ന മഹാൻ പറഞ്ഞു. ഷീറുൻ, കവിത. പൂർണ്ണമായ പേര് അൽ ഇമാമു ദഹീറുദ്ദീൻ അൽ ഹസൻ ബിൻ അലിയിൽ മർഗീനാനി എന്ന പേര്. الجاهلون فماتوا قبل موتهم والعالمون وإن ماتوا فأحياء. الجاهلون, വിവരമില്ലാത്തവർ, വിഡ്ഢികൾ, മാത്തു, അവർ മരിച്ചു, കബല മൗതി, മരിക്കുന്ന മുമ്പ് തന്നെ അവർ മരിച്ചുപോയി. ഇപ്പം തന്നെ അവർക്ക് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് സ്മരണമില്ല. വല്ലാലിമൂന, പണ്ഡിതന്മാർ, മാത്തു, മരിച്ചാലും ഫഹയ്യാവ്, ജീവിക്കുന്നവരാണ്. ഇപ്പം തന്നെ സൽപ്പേരുണ്ട്, മരിച്ചാലും സൽപ്പേര്, നല്ല സ്മരണ. ഇവരില്ലാത്തവരോ, അവർ മരിച്ചു കബല മൗതി, മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. ആർക്കും ഇതില്ല. പണ്ഡിതന്മാരാണെങ്കിൽ മരിച്ചാലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നന്നായി പഠിക്കാൻ ശ്രദ്ധിക്കുക. പഠിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി പഠിക്കുക. എന്നാൽ നമുക്ക് എന്താവും? ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിൻ്റെ ശേഷവും നല്ല സൽപ്പേരും നല്ല സ്ഥാനവും, അള്ളാഹിൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും നല്ല സ്ഥാനവും ഒക്കെ കിട്ടും. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹിൻ്റെ പൊരുത്തം സമ്പാദിച്ച് നല്ല ജീവൻ നയിക്കാനും, നന്മ വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല ജീവൻ നയിക്കാനും, മരിക്കുമ്പോൾ ഈമാനോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മരിക്കാനും, നമുക്ക് കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അള്ളാഹുവിനെ കണ്ട് സന്തോഷിക്കാനും നബിയോടൊപ്പം മഹാന്മാരായ ആലിമീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അല്ലാഹു ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.